ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ ഇന്നൊരു ഹാപ്പി സൺഡേ, ഒരു ബ്ലെസ്ഡ് സൺഡേ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് പരിശുദ്ധ ബലിയൊക്കെ അർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോകാനൊക്കെ സാധിച്ചെങ്കിൽ കർത്താവിന് മഹത്വം കൊടുക്കുക. ഈശോയെ നമുക്ക് ഇന്നും സ്വീകരിക്കാൻ പറ്റി, കർത്താവിനെ ആരാധിക്കാൻ പറ്റി. ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞൊരു കുഞ്ഞു കാര്യമാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പറയാണ്, ഇല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ പോകുന്ന നമ്മളെക്കുറിച്ച് പറയാണ്, യു ഷുഡ് ബിക്കം മെൻ ആൻഡ് വിമൻ ഓഫ് ദി യുക്രിസ്റ്റ്. നമ്മൾ വിശുദ്ധ കുർബാനയുടെ മനുഷ്യരായിത്തീരണം. ബെനഡിക്റ്റ് പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നിടയ്ക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, യു ഷുഡ് ബിക്കം മെൻ ആൻഡ് വിമൻ ഓഫ് ദി യുക്രിസ്റ്റ്. നമ്മൾ എങ്ങനെ ആവണം ക്രിസ്ത്യാനി? വിശുദ്ധ കുർബാനയുടെ മനുഷ്യരായിത്തീരണം. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പറയാണ്, നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ മനുഷ്യരാവണമെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കണേ, നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ മനുഷ്യരാവണമെങ്കിൽ നിങ്ങൾ മറിയത്തെ നോക്കി പഠിക്കണം എന്നാണ് ബെനഡിക്റ്റ് പാപ്പ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു തരിക. ഇഫ് യു വാണ്ട് ടു ബിക്കം മെൻ ആൻഡ് വിമൻ ഓഫ് ദി യൂക്കറിസ്റ്റ്, യു ഷുഡ് ലുക്ക് അറ്റ് മേരി. നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഒരു മാസം അനുഗ്രഹമാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാന, ഇന്ന് നിങ്ങൾ ബലിയർപ്പിക്കാൻ പോയി, അടുത്ത ദിവസം നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകും. നമ്മൾ വിശുദ്ധ കുർബാനയുടെ മനുഷ്യരായി തീരേണ്ടത് പരിശുദ്ധ അമ്മയെ നോക്കിയിട്ടാണെന്നാണ് ബെനഡിക്റ്റ് പാപ്പ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മ എങ്ങനെയായിരുന്നു ദൈവം മുമ്പിൽ, അതായത് നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ആരുടെ മുമ്പിലാണ് പോയി നിൽക്കുന്നത്? ദൈവ തിരുസാന്നിധ്യത്തിലാണ്. ദൈവ തിരുമുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ ദൈവ തിരുമുമ്പിൽ എങ്ങനെയായിരുന്നു? മാലാഖ വന്ന് സന്ദേശം കൊടുക്കുന്നുണ്ട്, നീ കർത്താവിന്റെ സന്നിധിയിൽ കൃപ നിറഞ്ഞവളാണ്, അല്ലെ? ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നന്മ നിറഞ്ഞവളാണ്, കൃപ നിറഞ്ഞവളാണ്, ഫുൾ ഓഫ് ഗ്രേസ്. ഒരു കളങ്കവും ഇല്ലാത്ത നിഷ്കളങ്കയായി വിശുദ്ധയായിട്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിന് മുമ്പിൽ കാണപ്പെട്ടത്. കർത്താവിൻ്റെ മുമ്പിൽ പ്രീതിക്ക് പാത്രമായി വിശുദ്ധ ജീവിതം നയിക്കായിരുന്നു. സോ ബെനഡിക്റ്റ് പാപ്പ പറയാണ്, നിങ്ങൾ ഇനി കുർബാനയ്ക്ക് പോകുമ്പോൾ ആരെ നോക്കി പഠിക്കണം? പരിശുദ്ധ മറിയത്തെ നോക്കി പഠിക്കണം. പരിശുദ്ധ മറിയം ദൈവ തിരുമുമ്പിൽ, മറ്റൊരു വാക്കി പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിൽ മറിയം എങ്ങനെയായിരുന്നു? നിർമ്മലയായിരുന്നു, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയായിരുന്നു, വിശുദ്ധിയോടെ നൈർമല്യത്തോടെ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി നിന്നു, ഹോളി ആയിരുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ മറിയത്തെ നോക്കി പഠിക്കേണ്ടതാണ്. എങ്ങനെ പോയി ബലിയർപ്പിക്കണം, എങ്ങനെ നമ്മൾ മെൻ ആൻഡ് വിമൻ ഓഫ് ദി യൂക്കറിസ്റ്റ് ആയിട്ട് മാറണം, വിശുദ്ധ കുർബാനയുടെ മനുഷ്യരായി തീരണം, വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് ബലിപീഠത്തിന് മുമ്പിൽ, കർത്താവിന് മുമ്പിൽ നമ്മൾ എങ്ങനെ പോയി നിൽക്കണം? വിശുദ്ധിയോടെ നിൽക്കണം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈശോയുടെ മുമ്പിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എങ്ങനെ പോകണം? വിശുദ്ധിയോടെ പോകാൻ വേണ്ടി ആഗ്രഹിക്കണം. കർത്താവ് തന്നെ ആവശ്യപ്പെടുന്ന ഒരു വലിയ കാര്യമല്ലേ. ഈ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ 17-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനോട് പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കുന്ന ഒരു സമയത്ത് അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, നീ എന്ത് ചെയ്യണം? സർവശക്തനായ ദൈവമാണ് ഞാൻ. ഉൽപ്പത്തി 17:1 ഇങ്ങനെ വായിക്കുക, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി നിൽക്കണം. ക്ലീൻ ആയിട്ട് നിൽക്കണം എന്നാ പറയാം, വിശുദ്ധിയോടെ നിൽക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ നിൽക്കണം? മറിയത്തെ നോക്കി പഠിക്കുക, കുറ്റമറ്റവളായി ക്ലീൻ ആയിട്ട് നിൽക്കുക. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചു. തൻ്റെ മുൻപിൽ, യു ഷുഡ് സ്റ്റാൻഡ് ബിഫോർ ഹിം ഹോളി ആൻഡ് ബ്ലെയിംലെസ്. തൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചു. എഫേസ്യസ് ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെയാണ് കൊളോസസ് ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, ബൈബിൾ ഒന്ന് എടുത്തൊന്ന് വായിച്ച് ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. കൊളോസസ് 1:22, എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അടുത്ത വചനം ശ്രദ്ധിച്ചേ, അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. നോക്ക്, ഓരോ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ അർപ്പിക്കുകയാണ്, അല്ലേ? സമർപ്പിക്കുകയാണ്. ബലിയർപ്പണത്തിൽ നമ്മളെ തന്നെ കൊടുക്കുകയാണ്. എങ്ങനെ നമ്മളെ സമർപ്പിക്കണം എന്ന പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പറയുക, അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഷുഡ് ബി ഹോളി, വിശുദ്ധരായിട്ടിരിക്കുന്നത്. ആരെ നോക്കി പഠിക്കണം എന്നാ ബെനഡിക്റ്റ് പാപ്പ പറയുക? പരിശുദ്ധ മറിയത്തെ നോക്കി. പ്രിയപ്പെട്ട സ്വരങ്ങളെ, അമ്മ മാതാവിനോടും പരിശുദ്ധ അമ്മയോടും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈശോയോട് പറയണേ എന്നൊക്കെ പറഞ്ഞ് മധ്യസ്ഥം തേടുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായിട്ടും പരിശുദ്ധ മറിയത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നൈർമല്യത്തോടെ വിശുദ്ധിയോടെ തിരുമുമ്പിലായിരിക്കുക. കർത്താവ് പെട്ടെന്ന് അനുഗ്രഹിക്കും. ഫുൾ ഓഫ് ഗ്രേസ് നിറഞ്ഞു നിന്ന പരിശുദ്ധ അമ്മയെ വലിയ അനുഗ്രഹം കൊണ്ടാണ് നിറച്ചല്ലേ. ലോകത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ ഉള്ളിൽ ഈശോ നിറയുക എന്നുള്ളത്. അതിലും വലിയൊരു ആനന്ദവും ഗിഫ്റ്റും ബ്ലെസ്സിങ്ങും അനുഗ്രഹമൊക്കെ എന്തുണ്ട്? നമ്മളും ആഗ്രഹിക്കണം. നമ്മുടെ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മൾ ഈശോയോട് ചോദിക്കുന്നത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് പറയും, ഈശോയുടെ അടുത്തൊന്ന് പറഞ്ഞേക്കണേ. പരിശുദ്ധ മറിയം നമ്മളെ നോക്കി തിരിഞ്ഞെന്ന് പറയുന്നതേ ഉള്ളൂ. യു ഷുഡ് ബിക്കം മെൻ ആൻഡ് വിമൺ ഓഫ് ദി യൂക്കറിസ്റ്റ്. എങ്ങനെ?
വിശുദ്ധിയോടെ, നൈർമല്യത്തോടെ, കളങ്കമില്ലാതെ, കുറ്റമറ്റവരായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ പോയി ബലിയർപ്പിക്കുക. ആ ബലിയർപ്പണത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ക്ലീനായിട്ട് നിന്നാൽ കർത്താവ് നല്ല ക്ലീനായിട്ട് അനുഗ്രഹം തരും. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നമുക്ക് തേടാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ കൂടുന്ന ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിക്കണമേ. പരിശുദ്ധിയോടെ ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ, ബലിയർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആ കൃപ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കിട്ടട്ടെ. ഈശോയുടെ അനുഗ്രഹം നിങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.